EP ഷിഹാബ്, അങ്ങനെ പേര് ചൊല്ലി പിരിക്കാവുന്ന ഒരുപാട് പേരുണ്ട്. മുക്താർ കഥയെക്കുറിച്ച് വളരെ മനോഹരമായിട്ടും ഗംഭീരമായിട്ടും സംസാരിച്ചു. പണ്ട് ഒരു കോട്ടയത്തുകാരനും മലപ്പുറത്തുകാരനുണ്ടായ ഒരു വാഗ്വാദത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തോ പറഞ്ഞ് തമ്മിൽ തെറ്റിയപ്പോൾ കോട്ടയത്തുകാരൻ പറഞ്ഞു, ഞാനൊരു പോലെ അശുവായിട്ടിരിക്കുന്ന നീ എനിക്ക് വെറും തൃണമാണടാ തൃണം. മലപ്പുറത്തുകാരൻ മറുപടി അവിടെ വെച്ചെന്ന് പറഞ്ഞു. സംഭവം തീർന്നു. കോട്ടയത്തുകാരത് എന്താ സംഭവം എന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഓനും ആകെ ബേജാറായി. അങ്ങനെ ഒരു അതേപോലെ തന്നെ മുക്താർ കഥയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ കവിതയെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അതിനെക്കുറിച്ചൊരു ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരാളൊന്നുമല്ല ഞാൻ. എന്നെ വിളിക്കുമ്പോൾ, ഷിഹാബ് വിളിക്കുമ്പോൾ ഞാനത് പറയുകയും ചെയ്തിരുന്നു. ഞാനീ ഒരു 2000 മുതൽ 98 മുതൽ കവിത എഴുതിയ തുടക്കകാലത്ത് ഞാനും ഇതുപോലെ ക്യാമ്പുകൾക്ക് പോയി ഒരു 5-6 വർഷം അല്ലെങ്കിൽ 10 വർഷത്തോളം ക്യാമ്പ് അംഗമായിട്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയി ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലമാണ്. ഇതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ. കവിതയും കഥയും മിനി മാസികയും ഇതുപോലെ വല്ലപ്പോഴും വീട് കിട്ടുന്ന ക്യാമ്പുകളും ഒക്കെയാണ് അന്ന് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ ഒരു സോഷ്യൽ മീഡിയ. അതിലൂടെ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ, നെറ്റ്വർക്കുകൾ. ഞാൻ ഓർക്കുകയാണ്, ഈ കുഞ്ഞു മുഹമ്മദ് അഞ്ചത്തോടി എന്നുള്ള മനുഷ്യനെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാവാലത്ത് നിന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, അയ്യപ്പ പണിക്കരുടെ കേരള കവിത എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. വർഷത്തിൽ ഒന്നായിരുന്നു അത് ഇറങ്ങിയിരുന്നത്. വർഷത്തിൽ ഒന്നായിട്ട് ഇറങ്ങുന്ന മാസിക എന്തോ വാരികയോ വാരികയൊന്നുമല്ല, കൊല്ലത്തിൽ ഒന്ന്. കേരളത്തിലെ ഒരുവിധം കവികളുടെ എല്ലാം, അന്ന് എഴുതുന്ന കവികളുടെ എല്ലാം രചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അയ്യപ്പ പണിക്കർ എന്ന് പറഞ്ഞ മഹാനായ കവി ഇറക്കിയിരുന്ന കേരള കവിത എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധീകരണം. അപ്പോൾ അത് വർഷത്തിലൊരിക്കൽ ഗംഭീരമായിട്ട് ഒരു പ്രകാശനം നടക്കും. അത് കേരളത്തിലെ ഏത് ജില്ലയിലും ആവാം. എം ബഷീർ സാറായിരുന്നു ആ ഒരു പ്രസിദ്ധീകരണത്തിന് ഫണ്ട് ചെയ്തിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ മുമ്പേ അറിയാം, മിനി മാസികയിലൊക്കെ അടിക്കുവാൻ തകരാറുള്ള ഒരു പ്രസിദ്ധീകരണം 90കളിൽ നടത്തിയ സമയത്ത് ഇവർക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ഈ കുഞ്ഞു മുഹമ്മദ് അഞ്ചത്തോടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വിടുന്നത് അല്ലാതെ ഇയാൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാവാലത്ത് ഒരു 2003-ലോ 2004-ലോ ഒക്കെയാണെന്ന് തോന്നുന്നു ഈ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പ്രകാശനത്തിന് ചിലപ്പോൾ അവിടെ വെച്ച് ഇദ്ദേഹത്തിന് പരിചയപ്പെട്ടു. അല്ലേ, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല മോളുടെയും കവിത അതിലുണ്ടായിരുന്നു. വേറൊരു വർഷം പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കവിതയുണ്ടായിരുന്നു ആ ഒരു കേരള കവിതയിൽ. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ പരിചയപ്പെടുമ്പോൾ KP രാമനുണ്ണി ഒരു കഥയിൽ പറയുന്നുണ്ട്, ബെർലിനിൽ വെച്ച് ഒരു ശ്രീലങ്കക്കാരനെ കണ്ടാൽ വരെ നമ്മുടെ അളിയനാണെന്ന് തോന്നിപ്പോകുന്നു. കാരണം യൂറോപ്യൻസിൻ്റെ ഇടയിൽ. അതുപോലെ അവിടെ വെച്ച് പോകുമ്പോൾ മലപ്പുറത്തുകാർ തമ്മിലൊരു ബന്ധം പെട്ടെന്ന് രൂപീകരിക്കുക, അവർക്ക് സംസാരിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ കാണാറൊന്നുമില്ല, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിനെ കാണുന്നു. അതുപോലെ ഷിഹാബിന് ഇതുപോലെ ഇതൊരു ക്യാമ്പിന് കഥ വായിക്കുന്നതായി കേട്ട പരിചയമാണ്. മഞ്ചേരിയിലെ സഹൃദയ ക്യാമ്പിലാണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? അപ്പം ഷിഹാബിൻ്റെ കഥ ഇപ്പം ഞാൻ കേട്ടില്ല, അതുകൊണ്ട് അഭിപ്രായം പറയാൻ അറിയില്ല. ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ക്യാമ്പുകളിലെ ഏറ്റവും ബോറിംഗ് സെഷൻ ഈ പറഞ്ഞ പോലെ ഒരാൾ മൈക്കുമായിട്ട് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അന്നും ഇന്നും. അതിനിടയിലുള്ള ഗ്യാപ്പുകളിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങളും അല്ലെങ്കിൽ ലൂസ് ടോക്സും ഒക്കെയാണ് മിക്കപ്പോഴും കഥയ്ക്കും കവിതയ്ക്കും ഒക്കെ സഹായകമായി മാറാറുള്ളത് എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. മുക്താർ സംസാരിക്കുമ്പോൾ എണീറ്റ് പോയാൽ മുക്താറിനോടുള്ള ഒരു ഇൻസൾട്ട് ആവുമോ എന്ന് കരുതി ഞാൻ മുക്താർ സംസാരിക്കുന്ന തീരുന്ന വരെ പിടിച്ചിരുന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. അപ്പം നിങ്ങളോട് ഗ്യാപ്പ് വേണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾ വളരെ വ്യത്യസ്തരായ ക്യാമറകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. നിങ്ങൾക്ക് എണീക്കുക പോലും വേണ്ട, മൂത്രമൊഴിക്കേണ്ട, ഒന്നും വേണ്ട എന്നുള്ളത്. അപ്പോൾ അത് സാഹിത്യത്തോടുള്ളൊരു താല്പര്യമായി ഞാൻ പരിഗണിക്കുന്നു. പറഞ്ഞു വന്നത് അത് മാത്രമല്ല, ഷിഹാബ് മുക്താറൊക്കെ ഇവിടെയുണ്ട്. എല്ലാവരെയും ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ടു. VP ഷൗക്കത്തലി അങ്ങനെ പരിചയപ്പെട്ടു. കവിതയാണ് ലഹരി, അതാണ് എനിക്ക് സംസാരിക്കാൻ വന്നിരിക്കുന്ന വിഷയം. കഥയുടെ വർത്തമാനം എന്നാണ് മുക്താറിന് കൊടുത്തിരിക്കുന്ന വിഷയം. അപ്പോൾ കഥയുടെ വർത്തമാനം മുക്താർ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ കവിത എന്ന് വെച്ച് ഫില്ല് ചെയ്താൽ ഒരു പക്ഷേ കവിതയുടെ വർത്തമാനമായി. പണ്ട് ഒരു ചൊല്ലുണ്ട്, ശാസ്ത്രത്തിനെ സംബന്ധിച്ച് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്
ചക്രം ഇനി കണ്ടുപിടിക്കേണ്ടതില്ല. അതിനായിട്ടാണ് നിങ്ങൾ സയൻസുമായിട്ട് ഇറങ്ങേണ്ട കാര്യമില്ല എന്നുള്ളത്. കാരണം ശാസ്ത്രത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് എന്നാണ് അക്കാലത്ത് പരിചയപ്പെട്ടിരുന്നത് അല്ലേ. 3ാം ക്ലാസ്സിൽ ഒരു പാഠമൊക്കെ ഉണ്ടായിരുന്നു, ചക്രങ്ങൾ എന്ന് പറഞ്ഞു. അത് ഓർത്ത ആളുകൾ ഇവിടെ ഉണ്ടാവും. എന്താ വെച്ചാൽ പല തലമുറയിലുള്ള ആളുകളായതുകൊണ്ട് എല്ലാ തലമുറയിലുള്ളവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് ചക്രം ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അവർ എയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്. അപ്പൊ പറഞ്ഞു വരുന്നത്, മുക്താർ കഥയെക്കുറിച്ച് പറഞ്ഞ അതേ സംഗതി തന്നെ നമ്മൾ കഥയും സാഹിത്യവും നോവലും കവിതയും ഒക്കെ തന്നെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇന്നലെ ഇറങ്ങിയ കഥ, കവിത, നോവൽ വായിച്ചുകൊണ്ടൊന്നും എഴുതാൻ തുടങ്ങാൻ പറ്റുമോ? എന്നാൽ പോലും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് എഴുത്തിൽ ഗുണം ചെയ്തേക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. നിങ്ങളോട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും പറയാനുള്ള ഒരു എന്താ പറയുക അധികാരമോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ഇന്നലെ വരെ എന്തൊക്കെ എഴുതപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കഥയിലായാലും കവിതയിലായാലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചക്രം കണ്ടുപിടിക്കാൻ ഇറങ്ങില്ല എന്നുള്ള ഒരു ഗുണമുണ്ട് സാഹിത്യത്തിൽ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം. കാരണം പലപ്പോഴും ചൊല്ലിപ്പതിഞ്ഞതും പാടിപ്പതിഞ്ഞതുമായ ശൈലികൾക്കാണ് എപ്പോഴും അംഗീകാരം കൂടുതൽ കിട്ടുന്നത്. മുക്താർ നേരത്തെ പറഞ്ഞു, ഒരു കഥ എഴുതി അത് പിന്നെ ക്ലാസ്സിൽ ഒപ്പം പഠിക്കുന്നവരോ വീട്ടിലുള്ളവർക്കൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗംഭീര കഥയാണെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യാത്ത ആളുകളാണ് കൂടുതലെന്നാണ് തോന്നുന്നത്. അതിന് മടിക്കേണ്ട എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. എഴുതുന്ന ആളുകൾ പൊതുവെ വീട്ടിൽ പറയാറുണ്ടോ? ഇപ്പോഴൊക്കെ കുട്ടികൾക്ക് എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞാലൊക്കെ നല്ല പ്രോത്സാഹനമൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 2 പുസ്തകമൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദിവസം അയലോക്കത്തെ കുട്ടി കളിക്കുന്നതിനിടയിൽ കട്ടിലിനടിയിലൊക്കെ അവർ മുട്ടുത്തി പോകൂലേ, പോയി ഒരു പുസ്തകം എടുത്ത് തുറന്നപ്പോൾ എൻ്റെ ഫോട്ടോ കണ്ടിങ്ങനെ നോക്കുന്നുണ്ട്. അയലോക്കക്കാരൊക്കെ നോക്കി അമ്മയൊക്കെ നോക്കി അത് എൻ്റെ പുസ്തകമാണല്ലോ എന്ന് പറഞ്ഞു. അല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും വീട്ടിൽ പറയുകയോ അവിടുന്ന് അംഗീകാരം കിട്ടുകയോ ഒന്നും പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. മലപ്പുറം ജില്ലയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. മുക്താർ പറഞ്ഞു, പഠിച്ചു തുടങ്ങിയ കാലത്ത് മറ്റു ജില്ലകളിൽ നിന്നുള്ള അധ്യാപകർ വന്ന് നമ്മുടെ സംസാര ഭാഷയെ വടിവൊപ്പിക്കുന്ന തിടുക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞു. ആദിത്യ ടീച്ചർ പരിഭവിക്കരുത്. ആദിത്യ ടീച്ചർ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഒരാളാണ്. നമ്മളെക്കാളും നല്ല മലയാളമുള്ള ഒരു അല്ല, എന്നാൽ പോലും മലപ്പുറത്തുകാർ ഇച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കൊടുങ്ങല്ലൂരുകാർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം സിമ്പിളായിട്ട് സംസാരിക്കാനും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. നമ്മുടെ ഭാഷ നമ്മുടെ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാവാത്ത ഇവരൊന്നും സംസാരിക്കുന്ന ഒരു ഭാഷയുമായി യാതൊരു ബന്ധവുമില്ല. തെക്കൻ ഭാഷകളിൽ സംസാരിക്കുന്നവർക്ക് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ആധിപത്യമോ ഒരു സൂപ്പർമസി ഉണ്ട് അല്ലേ. അവർക്കൊരു ആധികാരികതയുമുണ്ട്. അവരൊരു വിഡ്ഢിത്തരം പോലും വളരെ ആധികാരികമായിട്ട് അങ്ങ് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോകും. കാരണം നമുക്കെന്തോ ഒരു മാനസികമായി ബ്രിട്ടീഷുകാരോടൊന്നും ആയിരുന്നില്ല അടിമത്തം, തെക്കൻ ജില്ലക്കാരോടായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോഴും ചിലയിടത്തൊക്കെ പറയാറുണ്ട്, എൻ്റെ എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലൊക്കെ നിന്റെ എന്നുള്ള അർത്ഥത്തിലാണ്. മലപ്പുറത്ത് മഞ്ചേരി ആ ഭാഗത്തൊക്കെ എൻ്റെ എന്നല്ലേ പറയുന്നത്, എൻ്റെ എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ മാനക ഭാഷയിൽ എൻ്റെ എന്ന് പറയുന്ന അർത്ഥത്തിലല്ലല്ലോ നമ്മൾ എൻ്റെ എന്ന് പറയുന്നത്. ആണോ? മലപ്പുറം ജില്ലക്കാർ ഇവിടെ കൂടുതലുള്ള മലപ്പുറം ജില്ലക്കാർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾക്ക് കഥയും കവിതയൊക്കെ എഴുതുന്നു കേട്ടാൽ തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് വീട്ടിലൊക്കെ പറയാതിരിക്കാനൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇതുപോലെ മറ്റൊരു പാരലൽ ലോകം സൃഷ്ടിച്ച് നമ്മൾ മിനിമാസികൾ ഇറക്കുന്നു, എഴുത്തുകാരുമായിട്ട് ബന്ധപ്പെടുന്നു. അന്ന് ലാൻഡ് ഫോണൊക്കെ അതിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സംസാരിക്കുന്നു, ക്യാമ്പുകൾക്ക് പോകുന്നു. അതിനിടയിൽ ചില മഹാരഥന്മാരുടെയൊക്കെ ക്ലാസ് കേൾക്കാൻ ഇടവരുന്നു. 2000-ന്റെ തുടക്കമായതുകൊണ്ട് ഇപ്പോൾ മരിച്ചു മണ്ണടിച്ചു പോയവരും അന്ന് വളരെ ലബ്ധപ്രതിഷ്ഠരായിരുന്നവരും ഇപ്പോഴും ലബ്ധപ്രതിഷ്ഠ തുടരുന്നതുമായിട്ടുള്ള കുറേയധികം ഗുരുസ്ഥാനീയരായ ആൾക്കാരുടെ ക്ലാസ്സുകൾ ഇതിനിടയിലൊക്കെ കേൾക്കാൻ ഇടവരുന്നു. പക്ഷെ അവർ പറയുന്നത് നമ്മൾക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളല്ല. ഈ തെക്ക് നിന്നുള്ള അധ്യാപകർ എന്ന് പറഞ്ഞ പോലെ തെക്ക് വടക്കുന്നുള്ള ഒരു ബൈനറി സൃഷ്ടിച്ച് ഒന്ന് നല്ല ഗുണം അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല പറയുന്നത്. നമ്മുടെ ഒരു മനസ്സിന്റെ അപകർഷതയൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ ആ കുട്ടിയുടെ കവിത ഞാൻ പകുതി കേട്ടു, എനിക്കിഷ്ടമായി. അത് വായിച്ച ആ ഒരു സംഭവം, അതിൽ കണ്ടന്റ് ഉണ്ട്,
ആ കുട്ടിക്ക് ഏകദേശം സാഹിത്യം സമകാലികതയെല്ലാം ഉണ്ട്, കവിതയിൽ അതെങ്ങനെ പ്രയോഗിക്കുക എന്നൊക്കെ ഞാൻ സൂക്ഷ്മമായി കേട്ടില്ല. ഞാനിങ്ങനെ വരുന്ന വഴി കേട്ടു, ചരിത്രത്തിലൂടെ സംസാരിക്കുന്നതിനിടയിൽ കേട്ടെങ്കിൽ പോലും അങ്ങനെയുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ഒരു കവിത വായിച്ചാലും, അന്ന് ക്ലാസ് എടുത്തിരുന്ന കെ പി ശങ്കരൻ മാഷായിരുന്നാലും SK വസന്തൻ മാഷായിരുന്നാലും R വിശ്വനാഥൻ മാഷായിരുന്നാലും അതിന് താഴെയുള്ള പണ്ഡിതന്മാരായിരുന്നാലും ഒക്കെ ചിലപ്പോ അത് അംഗീകരിക്കുകയൊക്കെ ചെയ്യും. എന്നാലും നിങ്ങൾ വൃത്തത്തിൽ കവിത എഴുതി നോക്കണം എന്ന് പറയും. ലാസ്റ്റ് അടിവരെ ഇടുന്നത് എങ്ങനെയാണ് ഇതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. കാരണം ഇതൊക്കെ ഏറ്റവും അവസാനമാണ് മലയാളത്തിലൊക്കെ അംഗീകരിക്കപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രീ വേഴ്സ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ലോകത്തിൽ എല്ലായിടത്തും വന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ, തമിഴിലൊക്കെ വളരെ ഗംഭീരമായിട്ട് അത് അരങ്ങേറി. ഈ പറഞ്ഞ 2000-ന്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരു ദക്ഷിണേന്ത്യൻ കാവ്യോത്സവത്തിന് വിളിച്ചു. അപ്പൊ അതിന് പോയ സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഇരുന്നിരുന്ന കവി തമിഴ് കവിയായിരുന്നു. തമിഴച്ചി തങ്കപാണ്ഡ്യൻ എന്ന പേരുള്ള, അന്ന് അവർ സുമതി എന്നതാണ് അവരുടെ സാധാരണ പേര്, സുമതി എന്നാണ്. അപ്പോൾ അവർ എഴുതാൻ വേണ്ടി തമിഴച്ചി എന്നുള്ള പേര് സ്വീകരിച്ചു. അവരുടെ അച്ഛനെന്ന് തമിഴ്നാട്ടിലും മിനിസ്റ്ററായിരുന്നു, DMK-യുടെ തങ്കപാണ്ഡ്യൻ. ഇപ്പൊ അവർ ചെന്നൈയിലെ MP ആണ് ഈ പറഞ്ഞ കവി തമിഴച്ചി തങ്കപാണ്ഡ്യൻ. അപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മലയാള കവികൾ അലക്കുന്നത് കേട്ടിട്ട്, കാരണം അതൊരു മോശം കാര്യമാണെന്ന് നമ്മൾ പറയുന്നില്ല, കേൾക്കാൻ സുഖമാണ്, കേൾവിക്ക് സുഖമുള്ളതാണ് അല്ലേ. വൃത്തമുള്ള കവിതയായാലും ഋതമുള്ള കവിതയായാലും താളമുള്ള കവിതയായാലും, ഇനി ഇതൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ചൊല്ലാൻ കഴിയുന്ന കവിതയാണെങ്കിലും. അത് പറയാൻ കാരണം എൻ്റെ നാട്ടിലെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു മഹാനുണ്ട്. കേരളോത്സവത്തിന് പുള്ളി അവിടെ വേറെ കവിതയൊക്കെ ആസ്വദിക്കുന്ന ഒരാളും അല്ല, എന്താ പറയാ, ഫോളോ ചെയ്യുന്ന ഒരാളും ഉണ്ട്. അപ്പോൾ പറഞ്ഞു, എനിക്ക് മത്സരിക്കണമെങ്കിൽ നീ കൂടെ പങ്കെടുക്കണം, രണ്ടാളുണ്ടെങ്കിലല്ലേ മത്സരം നടത്തുള്ളൂ എന്നും പറഞ്ഞ് തിരിപ്പിച്ച് രഞ്ജിത്തിനെ കൂടെ കൂട്ടി ഇവൻ ഈ ബിനോയ്. അപ്പൊ രഞ്ജിത്ത് ചെയ്ത പണി എന്താണോ, അന്ന് കാവേരി ഇഷ്യൂ വളരെ തിളച്ചു നിൽക്കുന്ന സമയം മനോരമേന്റെ എഡിറ്റോറിയൽ അവനങ്ങോട്ട് എടുത്തു. അത് ആരും കാണാതെ ഒരു കടലാസിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ച് ഇവൻ മധുസൂദനൻ നായർ ചൊല്ലുന്ന പോലെ അങ്ങോട്ട് ചൊല്ലി. കാവേരി ഒരു തീരാവേദന, മനോരമേന്റെ എഡിറ്റോറിയലിന്റെ ടൈറ്റിലാണ്. അല്ലെങ്കിൽ ആ തീരാവേദന അല്ലെങ്കിൽ വേറെ എന്തോ ഒരു മറവ്യാധി അങ്ങനെ എന്തോ ആണ്. ആ ടോണിൽ അവൻ അങ്ങോട്ട് ചെല്ലിയോടുകൂടി എന്ത് സംഭവിച്ചു, 3 ആളുണ്ടായിരുന്നതിന് ഫസ്റ്റ് അവന് കിട്ടി. ഞാൻ എൻ്റെ സ്വന്തം കവിത ചൊല്ലി അവതരിപ്പിക്കുന്നു എന്ന് മധുസൂദനൻ നായരുടെ ONV-യുടെയും അതേ ടോണിൽ പറഞ്ഞുകൊണ്ട് അവനത് ചൊല്ലിയപ്പോ മറ്റവൻ വേറെ എവിടെയോ കവിത അന്നത്തെ മധുസൂദനൻ നായരുടെ കവിത ചൊല്ലി കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ വൃത്തമുണ്ടായാലും ഈണമുണ്ടായാലും ഇല്ലെങ്കിലും അത് ചൊല്ലാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായൊരു കഴിവാണ് അല്ലേ. ചൊല്ലാനുള്ള കഴിവുള്ളവന് എന്താണ്, റെയിൽവേ ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അവനത് കവിതയാക്കി ഗംഭീരമായിട്ട് ചൊല്ലുക എന്നല്ല പറയാം, ആലപിച്ച് കളയും. അപ്പോൾ ഈ തമിഴച്ചി തങ്കപാണ്ഡ്യൻ ഞാൻ ഞങ്ങളുള്ള ചെറുപ്പക്കാർ 10-20 കൊല്ലം മുമ്പാണ് ഇരിക്കുമ്പോ അത് കേട്ട് ബേജാറായി. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കവിത ചൊല്ലേണ്ടി വരുമെന്ന് ഇരിക്കുന്നത്. തമിഴ് എനിക്കറിയാം, അവരതിന് മുമ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഇവിടെ ഇങ്ങനത്തെ കവിത മാത്രമല്ല അങ്ങനത്തെ അല്ലാത്ത എഴുതുന്നവരുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സ്റ്റേജിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇത്തരം കവിതകൾക്ക് ചെയ്യും. നിങ്ങളുടെ കവിത ചൊല്ലിയാൽ മതി. അപ്പോൾ പറഞ്ഞു വന്നത്, ക്ലാസ്സുകളിൽ എപ്പോഴും നമ്മൾക്ക് ശിക്ഷണം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തൊക്കെ കവിത എഴുതിയാലും പണ്ട് എഴുതി വെച്ചിട്ടുള്ള വൃത്തത്തിന്റെ പാറ്റേൺ ഒപ്പിച്ചിട്ടുള്ള കവിതകൾ എഴുതിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്നു ക്ലാസ്സുകളിൽ. ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഉള്ളിൽ മുറുമുറുപ്പുകൾ ഉള്ളവരുണ്ടാവും. ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ അടുത്ത ദിവസം മുക്താറൊക്കെ ക്യൂറേറ്റർ ആയിട്ടുള്ളൊരു പരിപാടി മലപ്പുറത്ത് നടന്നിരുന്നു. മലപ്പുറം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ. അതെ. അപ്പൊ അതിലെ ഒരു ആദ്യത്തെ സെഷൻ കവിതയ്ക്കായിരുന്നു. അപ്പോൾ കോർഡിനേറ്ററായിട്ട് ഈ കോർഡിനേറ്ററാണ് കവിതയും ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് വേറൊരു കോർഡിനേറ്ററെ വെച്ചാൽ ചിലപ്പോൾ ഒരുപാട് സംസാരിച്ചു പോയി. ഇതേപോലെ 2 റോള് കൂടി ചെയ്തു. നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറച്ച് പ്രഗത്ഭരായ കവികളെയും ഇട്ട് കവിതയൊക്കെ ചൊല്ലിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തിലും സംസാരിച്ച് ഇതേപോലെയൊക്കെ സംസാരിച്ച് നിൽക്കുന്നതിന് ഇടയിൽ കവിത തീരുകയാണെന്ന് പറഞ്ഞപ്പോ ഒരു ഇക്ക മുന്നൊന്ന് നിൽച്ചു അല്ലേ. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കവിത ഇതല്ലായിരുന്നല്ലോ, ഇതെവിടുത്തെ കവിതയാണ്, നിങ്ങൾ എന്തൊക്കെ എഗണിച്ചെന്ന്. അങ്ങനെ അതേ അഭിപ്രായമുള്ളവർ ഇവിടെയും ഉണ്ടാവും കാലഘട്ടം. ഞാൻ ചോദിച്ചു,
ഇക്ക കാലഘട്ടം മാറിയില്ലേ? അന്നത്തെ എന്തെങ്കിലും സാഹചര്യം ഇപ്പൊ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഒന്നുമില്ല. അല്ല, ഞങ്ങള് അത്യാവശ്യം മയമുള്ള കവിതയൊക്കെയാണ് അവിടെ ചൊല്ലിയത്. അല്ലാതെ ജിജി പോലുള്ളതോ അല്ലെങ്കിൽ എന്താ പറയാ പ്രാന്തായി തലക്കിങ്ങനെ കാണിക്കുന്ന റീസ് കവിതയൊന്നും അല്ല ചൊല്ലിയത്. നിങ്ങൾ ഏഷ്യാനെറ്റിലൊക്കെ പണ്ട് സിനിമാരാധന പരിപാടിയിലൊക്കെ കവിതയെ കളിയാക്കിക്കൊണ്ട് പരിപാടി കാണിക്കുമായിരുന്നു. അപ്പോ അതുപോലൊന്നുമല്ല, സാധാരണ മനുഷ്യന്മാര് നമ്മളൊക്കെ പോലെ. പണ്ടൊക്കെ കവികൾക്കൊരു രൂപമൊക്കെ ഉണ്ടല്ലോ അല്ലെ? കുളിക്കരുത് എന്നോട് ഒരു കവിയെ കുറിച്ച് മറ്റൊരു കവി കൊണ്ട് പറഞ്ഞു, അവൻ കവിത ഇങ്ങനെ കുലുക്കും, ഫാൻ ചാടിയിട്ട് ഒരു രക്ഷയില്ല, ജോനോടൊന്ന് പ്രയോഗിച്ചു. അങ്ങനെയൊക്കെയുള്ള അക്രമം കാട്ടണം എന്നുള്ളൊരു തോന്നല് ഒരു കാലത്ത് കവിതയൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് ഇപ്പൊ അതൊന്നും ഇല്ല അല്ലെ? എല്ലാവരും ഏറെക്കുറെ മനുഷ്യന്മാരെ പോലെയൊക്കെ, നമ്മൾ സാധാരണക്കാരെ പോലെയൊക്കെ നടക്കുന്നു, സാധാരണക്കാരെ പോലെയൊക്കെ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇക്കയോട് ചോദിച്ചു, പറഞ്ഞു ഞാൻ കാലഘട്ടത്തിൽ വന്നു. അപ്പൊ അത് മിക്കവാറും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉണ്ടായിരുന്ന കാലമല്ല, ഇപ്പോൾ കളർ സിനിമയാണ്. തിയേറ്റർ വേണ്ട, OTT മൊബൈലൊക്കെ കാണാൻ നമുക്ക് സമയമില്ല. നമ്മൾ സിനിമ കാണുന്ന എപ്പോഴും ആ ഒരു ഏറ്റവും സ്പീഡ് കൂട്ടി ഉള്ള അല്ലേ, ഒന്നിലുള്ളത് 1.25 1.5 അല്ല 2 സ്പീഡിലിട്ടാണ് നമ്മൾ കാണുക. അതന്നെ കുറച്ച് കഴിയുമ്പോൾ അടിച്ചുവിടുക, അങ്ങനെയൊക്കെ ഒരു ടൈമാണെന്നൊക്കെ പറഞ്ഞ് ഏകദേശം കുറെ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്തു വന്നു അല്ലേ? മുത്താറ് ഞാനൊക്കെ ഉള്ളതുകൊണ്ട് മെലിഞ്ഞ കവികളൊക്കെയാണ് ചിലപ്പോൾ മൂപ്പരെ ഭാഗത്ത് നിന്നേനെ. അപ്പൊ അങ്ങനെ നിൽക്കുകയും അത് കഴിഞ്ഞ് ഇക്ക പുറത്തിറങ്ങിയപ്പോ നമ്മളത് മറന്നു. ഇക്ക കടയിൽ ചെന്നിട്ട് പുസ്തകം വാങ്ങി, ആൾ വായിക്കുന്ന ആളാണ്. ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത്. പണ്ട് ഗൂഗിൾ പേ ആണോ ചെയ്തിരുന്നത്? അപ്പൊ ഗൂഗിൾ പേ ഇല്ലാക്കാന്ന് അറിയുന്ന മറ്റേ ആള് ഗൂഗിൾ പേ അല്ല പിന്നെ ചെന്നിട്ട് അങ്ങോട്ട് വന്നതെന്ന് ചോദ്യം. ഏത് കവിത അദ്ദേഹം പഠിച്ച കാലഘട്ടത്തിൽ തന്നെ ഇപ്പോഴും തുടരണം, പക്ഷേ പൈസ കീശയിൽ കൊണ്ടു നടക്കാൻ പറ്റൂല. പണ്ടത്തെ എല്ലാ കാര്യങ്ങളും അതേപോലെ തുടരണം എന്നുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ സാഹിത്യവും അതേ മട്ടിൽ തുടരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മുക്താർ ബഷീറിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ, ബഷീർ അന്ന് എഴുതി വെച്ചത് വളരെ ലളിതമാണെന്ന് നമുക്ക് തോന്നും. 100 വർഷം കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു ഒട്ടുമിക്ക രചനകൾ കൃത്യം 100 വർഷം മുമ്പൊക്കെയാണ് എഴുതപ്പെട്ടത്. നമ്മൾ വർഷം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ പലരും ഇപ്പൊ ഈ 100 വർഷം കഴിഞ്ഞ് അത് വായിച്ച് അതുപോലെ എഴുതാൻ ശ്രമിക്കുന്ന ആളുകളെ കാണാറുണ്ട്. അതിനി എഴുതേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ ഇനി എഴുതാൻ കഴിയും? അദ്ദേഹം എഴുതിയ പോലെ അവരൊക്കെ എഴുതാൻ കഴിയുമോ? ഇത് ലളിതമാണെന്ന് വളരെ തോന്നും, എനിക്ക് എഴുതാൻ പറ്റുന്നൊക്കെ തോന്നും. പക്ഷെ ഒരിക്കലും ബഷീർ എഴുതിയ മറ്റൊരാൾക്ക് എഴുതാൻ കഴിയില്ല. കവിതയെ സംബന്ധിച്ച് അങ്ങനെ ബഷീറിനെ പോലെ തോന്നുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ല മോശമാണെന്ന് പറഞ്ഞ് പലപ്പോഴും ഈ അടുത്തൊരു വാദം വന്നിരുന്നു അല്ലേ? നമ്മൾ എഴുതിയിടുന്നത് എന്താ വെച്ചാൽ തുഞ്ചത്തെ എഴുത്തച്ഛൻ മലപ്പുറം ജില്ലക്കാരനാണ് അല്ലേ? നമ്മൾ സംസാരിക്കുന്നത് പോലെ നമുക്ക് സാധാരണക്കാരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനമൊന്നുമില്ല. നമ്മളൊന്നും വീട്ടിൽ ഡെയിലി രാമായണം വായിച്ചത് കേൾക്കുന്ന ആളുകളൊന്നും അല്ല. എവിടുന്നെങ്കിലൊക്കെ ഓവർ ഹീറോ ചെയ്ത് കേട്ടുന്ന രാമായണം മഹാഭാരതം സാഹിത്യമൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. എന്നെയും നിങ്ങളെയും പോലുള്ള, അല്ലാത്ത ചിലപ്പോൾ ഹിന്ദു അങ്ങനെ ആയിരിക്കില്ല അവർ. പക്ഷേ അങ്ങനെ പൂന്താനം നമ്മുടെ ജില്ലക്കാരനാണ്. അധികം ദൂരമില്ല ഇവിടുന്ന് അല്ലെ? ഒരു 10-25 കിലോമീറ്റർ പോയ പൂന്താനത്തെത്തി. വള്ളത്തോട് നമ്മുടെ ജില്ലക്കാരനാണ്. മൊയ്ൻകുട്ടി വൈദ്യർ, അങ്ങനെ ഒരുപാട് കവികൾ മലയാള കവിതയിൽ അല്ലെ ശബ്ദപ്രതിഷ്ഠരായി തങ്ങളുടെ അടയാളം പതിപ്പിച്ച ഒരുപാട് കവികളുടെ നാടാണ് നമ്മുടെ മലപ്പുറം ജില്ല. അങ്ങനെ അഹങ്കാരം നമ്മൾക്കുണ്ട്. അവര് പ്രത്യേകിച്ച് സ്വാധീനമൊന്നും ചെലുത്തിയില്ലെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് നമ്മളെങ്ങനെ, അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു 2 രാജാക്കന്മാർ കൂടി ഉണ്ടായ ജില്ലയാണ് മലപ്പുറം ജില്ല. നോക്കുമ്പോൾ കൊച്ചി രാജാവ് മലപ്പുറം ജില്ലയിൽ നിന്ന് പോയ ആളാണ്. സാമൂതിരി മലപ്പുറം ജില്ലയിൽ നെല്ലിരിപ്പ് സ്വരൂപത്തിനും പോയ ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഞാൻ പറഞ്ഞു വന്ന അതൊന്നുമല്ല, ബഷീറിനെ പോലെ ലളിതമായി എഴുതിയിരുന്ന കവിതയിൽ 2 പേര് ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത്, ഓട്ടംതുള്ളലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? കുഞ്ചൻ നമ്പ്യാർ ആ കാലത്ത് എഴുതിയത് തന്നെ നമുക്ക് ഇപ്പോഴും വളരെ കാലത്തിനെ അതിജീവിച്ചുകൊണ്ട് വളരെ ലളിതമായ മട്ടിൽ എഴുതിയിരുന്ന, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പുതിയ തലമുറയിലുള്ളവർ കുഞ്ചൻ നമ്പ്യാരൊക്കെ പഠിക്കുന്നുണ്ടോ? സ്കൂളിൽ ഉണ്ടോ? ഞങ്ങളൊക്കെ ആ പാഠപുസ്തകമെങ്കിലും പഠിച്ചിരുന്നു. അപ്പൊ ആ പാഠം വായിക്കുമ്പോൾ നമുക്ക് ഒരു റങ്ക് എന്നറിയില്ല, റങ്ക് തോന്നും. പിന്നെ അതുപോലെ പിന്നീട് ആ സ്കൂളിലെ പഠനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ പറഞ്ഞ പൂന്താനം കൃത്യം 500 വർഷം മുമ്പ് എഴുതിയിരുന്ന ആളാണ് അത്ര. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ജ്ഞാനപ്പാലയിലൊക്കെ ഉള്ള വരികൾ വളരെ പച്ച മലയാളം ആണ്. കേട്ടാൽ നമുക്കറിയാം, വായിക്കാൻ വേണ്ടി അമ്പലമൊക്കെ ഉള്ള അടുത്തുള്ളവർക്കൊക്കെ ഇത് കേൾക്കാൻ പറ്റും. ഇത് ചെറിയൊരു പുസ്തകമാണ്, ഞാനത് പലവണ്ണം എടുത്ത് വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഗുണം, അതിന്റെ സാഹിത്യ ഗുണം അങ്ങനെയൊന്നും അല്ല. ഇത് പല സാഹിത്യ ഗുണം ഇല്ല എന്നല്ല പറയുന്നത്, സാഹിത്യ ഗുണം ഉള്ളതുകൊണ്ടാണ് 500 വർഷങ്ങൾ അത് അതിജീവിച്ചു വന്നത്. പക്ഷെ അതിൽ എഴുതിയിരുന്ന ഭാഷ ശുദ്ധ 500 വർഷം മുമ്പുള്ള ശുദ്ധ മലയാളം അതിൽ കാണാൻ കഴിയും. എഴുത്തച്ഛൻ സംസ്കൃതത്തിന്റെയും തമിഴിന്റെയും സ്വാധീനത്തിൽ നിന്ന് മലയാളത്തെ മോചിപ്പിച്ച് ഭാഷയുടെ പിതാവായി എന്ന് പറഞ്ഞാൽ രാമായണം കുറച്ച് കട്ടിയായിട്ട് നമ്മളെപ്പോലുള്ള സാധാരണ മലയാളികൾക്ക് തോന്നും അല്ലെ? പ്രത്യേകിച്ച് അടിത്തറയൊന്നും ഇല്ലാത്ത. ഇപ്പൊ ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വേറെ പലതും ഒക്കെയാണ് പഠിച്ചു പോയത്.
എന്ന് വെച്ചാൽ മലയാളം PG BEdും പിന്നെ എന്താ പറയുക M.Edും നെറ്റും സെറ്റും എല്ലാം ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ മലയാളത്തിൽ അങ്ങനെ അടിത്തറയൊന്നുമില്ലാത്ത ആളുകൾക്ക് പണ്ട് മുതലേ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള എന്നെ പോലുള്ള ആളുകൾക്ക് സ്വാധീനിക്കപ്പെടാൻ ലാളിത്യമുള്ള 2 കവികൾ ഇവരായിരുന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മളൊക്കെ വായിച്ചു തുടങ്ങിയ കാലത്ത് ഈ ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും വായനയാണ് നമ്മളെ സാഹിത്യത്തിലേക്ക് അടുപ്പിക്കുന്നത്. കവിതയാണ് ലഹരി എന്നാണ് എൻ്റെ വിഷയം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമുക്ക് സാഹിത്യം ഒരു ലഹരിയായിട്ട് മാറും. അങ്ങനെയുള്ള ആളുകളാണ് എഴുത്തുകാരും വായനക്കാരുമായിട്ട് മാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാത്ത ആളുകളാണ് സമൂഹത്തിൽ കൂടുതൽ എന്നുള്ളതാണ് പലപ്പോഴും വായനക്കാരനെ സംബന്ധിച്ച് പ്രശ്നമില്ല, എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. വ്യത്യസ്തനാം ഒരു ബാബറാം ബാലിനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞ് സലീംകുമാർ പാടുന്ന കേട്ടിട്ടില്ലേ? അത് കേരളത്തിലെ മലയാളത്തിലെ മാത്രം അവസ്ഥയല്ല. ഇപ്പം നമ്മൾ ഈ ലോക സിനിമയൊക്കെ ഈ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ കാണാൻ പോകുമ്പോൾ പല രാജ്യങ്ങളിൽ വന്ന സിനിമകളിൽ ഇതേ മനോവ്യത അല്ലെങ്കിൽ അസ്തിത്വ ദുഃഖം അനുഭവിക്കുന്ന കവികളെ കാണിക്കാറുണ്ട്. എല്ലാ നാട്ടിലും കവിയെ ഒരു വിചിത്ര ജീവിയൊക്കെ ആയിട്ടാണ് കാണുന്നത്. കഥാകൃത്തിന് അത്ര പ്രശ്നമില്ല എന്ന് തോന്നുന്നു. എന്തായാലും അവരുടെ കുറച്ച് കാട്ടിക്കൂട്ടലുകളും അല്ലേ, സലീംകുമാറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് സിനിമയിൽ ഒന്ന് ഒട്ടിക്കാനൊക്കെ തോന്നൂലേ, ആ രീതിയിലുള്ള പ്രവർത്തികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം എങ്ങാണ്ട് വന്ന സിനിമയുടെ പേര് ഒരു ഫ്രഞ്ച് പടത്തിലുണ്ട് ഇതുപോലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട തുറമുഖത്തിലെ കുറേ പഴയ തൊഴിലാളികൾ, വളരെ ഒരുമാതിരി എന്നെ പോലെയൊക്കെയുള്ള പരിക്ക മനുഷ്യന്മാരാണ്. ഇവരൊരു സായാഹ്നത്തിൽ ഒത്തുകൂടുന്നു, കവിത വായിക്കുന്നു, അവർ ഗദ്ഗത കണ്ഠരായിട്ട് കരയുന്നു. അങ്ങനെയൊക്കെ. കാരണം ലളിത ഹൃദയരായിരിക്കും, കാണാൻ കുറച്ച് കടുപ്പമാണെങ്കിൽ പോലും പല ആൾക്കാരും വളരെ ലളിത ലോല മനസ്കരായിട്ടുള്ള ആളുകൾ ഒക്കെ ആയിരിക്കും. അപ്പൊ കവിക്കൊന്നും അംഗീകാരം കിട്ടുകയൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ ലഹരിയായിട്ട് സാഹിത്യവും വായനയൊക്കെ മാറും. കുറച്ച് വായിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ എഴുതിക്കളയാന്നുള്ള തോന്നൽ വരും അല്ലേ? അങ്ങനെയല്ല സംഭവിച്ചത്? എല്ലാവരും സംബന്ധിച്ചും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വായിക്കണം എന്ന് മുക്താർ പറഞ്ഞു. വായിക്കാതെ എഴുതുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. അല്ലെങ്കിൽ അതീവ പ്രതിഭകളായിരിക്കണം. PK-നോട് ഒരു ഇന്റർവ്യൂവിൽ അക്ബർ കക്കട്ടിൽ ചോദിക്കുന്നുണ്ട് മലയാളത്തിൽ അതേ കാലഘട്ടത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച്. പുള്ളി പറഞ്ഞു, ഞാൻ ആരെയും വായിക്കില്ല, കാരണം സ്വാധീനിക്കപ്പെട്ടേക്കും. വെറുതെ പറയാണ്. പുള്ളിയുടെ ഒരു സറ്റയർ കാരണം പറയാണ്, അതായത് നീ എന്നെ സ്വാധീനിക്കപ്പെട്ടാലോ എന്ന് വിചാരിച്ച് നിന്നെ ഞാൻ വായിക്കില്ല എന്ന് മറ്റുള്ള സകല എഴുത്തുകാരായിട്ട് പ്രഖ്യാപിക്കുന്ന കവികളൊക്കെ ഉണ്ട്. നമുക്കറിയാം, കഥാകൃത്തുക്കളും ഉണ്ട്. അവരുടെ രചനകൾ കാണുമ്പോൾ നമ്മൾക്ക് അറിയാം ഇവർ എവിടെ എത്തി. പിന്നെ സാഹിത്യം എന്ന് അറിയാത്തതിൻ്റെ ഒരു പരിമിതി അവരുടെ രചനകൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചിലപ്പോൾ 100 വർഷം പഴക്കമുള്ള രചനകളാണ് എന്ന് വെച്ച് അയാളെ നമ്മൾ റദ്ദ് ചെയ്യാനൊന്നും മെനക്കെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നേരത്തെ പറഞ്ഞ കവിതയിലുപരിയായിട്ട് മനുഷ്യൻ ഒരു ലഹരിയാണ്, മനുഷ്യന്റെ ജീവിതം ഒരു ലഹരിയാണ്, 2 മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഒരു ലഹരിയാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഈ വിയോജിപ്പിനുള്ള 10,000 മേഖലകൾ നമ്മൾക്കിടയിലൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? 10 ആളോ അല്ലെങ്കിൽ 5 ആൾ കൂടി എന്ന് നിങ്ങളുടെ രാഷ്ട്രീയം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയായി മാറും. കുറച്ച് അറിയുമ്പോ അല്ലെ? റെയിൽ വരും, എന്താ പറയാ, നാഷണൽ ഹൈവേ വരും, അതിന് ഉത്തമ ആരുടെയാണെന്ന് വരും, എന്താ തുള വീണത് വരും, അടി വരും. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾക്കിടയിലും ഉണ്ടാവും അല്ലെ? പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് നമ്മളെ ചേർത്ത് നിർത്താനും മനുഷ്യത്വത്തിനും സഹോദര്യത്തിനും സൗഹൃദത്തിനും സ്നേഹത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കാനും സാഹിത്യത്തിന് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലഹരിയായിട്ട് എന്നെ പോലെ ഒരാൾക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇടുക്കിയിലായിരുന്നു താമസിച്ചിരുന്നത്. ഇന്നലെ അവിടുന്ന് വന്നതാണ്, ചെറുതോടെ പോയി താമസിക്കുന്നു. അപ്പോൾ ഷിഹാബ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ല, എന്നാലും ഞാൻ വരും. കാരണം സാഹിത്യത്തിൻ്റെ ക്യാമ്പൊക്കെ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ചങ്ങായിമാർ ഒരു കാലത്ത് നമ്മളെ വിളിക്കാറില്ല. ഉള്ള കാര്യം പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഇവനെ വിളിച്ചാൽ ആൾക്കാർ വരില്ല എന്നുള്ള പേടി ഉണ്ടാവണമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ ചിലർക്ക്. എൻ്റെ രൂപം കണ്ട് ഇപ്പം മഹാപഴയണമെന്ന് സങ്കല്പിച്ചു എന്ന് അജിത് ടീച്ചർ പറഞ്ഞു. ഇല്ല അന്ന് അരുൺ കുമാർ പൂക്കം എന്ന് പറഞ്ഞ ആളല്ലേ നമ്മുടെ ഹൃദയ ക്യാമ്പിന് കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ഓരോ ദിവസം കണ്ടു കുട്ടികൾക്കാരെ എന്നിട്ട് അരുണ് പറഞ്ഞു, കുറച്ചു നേരം സംസാരിച്ചു. പിന്നെ ശൈലജിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ചങ്ങായി? ഞാൻ എൻ്റെ ശത്രുവാന്ന് ചോദിച്ചു. അല്ല, എൻ്റെ ഒരു ഇത് സെറ്റപ്പും എന്നെ കണ്ടാലും ഒക്കെ അങ്ങനെയാണ് തോന്നിപ്പോകും. എന്താ ചെയ്യാന്ന് പറഞ്ഞു. അരുണ് അറിയില്ലേ, പാവാണ്. അരുണ് തലശ്ശേരിക്കാരനാണ്, കഥ എഴുതുന്ന ആളാണ്, അങ്ങനെയുള്ള ആൾ. അപ്പോൾ അതുകൊണ്ടാണോന്ന് അറിയില്ല, എന്നെ വിളിക്കാറില്ലായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞാമതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. ആ ഒരു സ്നേഹവും സൗഹൃദം അന്ന് മുതലുണ്ട്. കാണുമ്പോഴെല്ലാം നമ്മൾ കെട്ടിപ്പിടിക്കുന്നു,
ചായ വാങ്ങി കുടിക്കുന്നു അല്ലെ, ഉള്ളിവട തിന്നുന്നു ഒക്കെ തിന്നുന്നു. മുക്താറുമായിട്ട് ആ ഒരു ബന്ധമുണ്ട്, ഷിയാബുമായിട്ടുണ്ട്. മുക്താറിനെയും ഷിയാബിനെയും കുറിച്ച് ഞാൻ പറയാറുണ്ട് എല്ലായിടത്തും. കാരണം ഞാനിപ്പോൾ നേരത്തെ ഉപയോഗിച്ച ഇച്ചിച്ചു എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എറനാടൻ ഭാഷ. ഞാനും മഞ്ചേരി ഏകദേശം എറനാടൻ ഭാഷ സംസാരിച്ച് ജനിച്ചു വളർന്ന ഒരാളാണ്, പഴയ ഭാഷ. ആ ഭാഷ ഏറ്റവും മനോഹരമായിട്ട് എഴുത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരുപക്ഷെ രണ്ട് എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ അവർ മാത്രമേ ഉള്ളൂ എന്ന് പോലും പലപ്പോഴും ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് കാളിയാവിൽ വന്ന് പറഞ്ഞ രണ്ടാളും ഒന്നിച്ച് പറയുന്നത് ഒരു വളവല്ല, അതെനിക്കറിയാം. പോകുമ്പോ ചിലപ്പോ എന്താ പറയാ, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ വിളമ്പി തരുന്നു, അത് എല്ലായിടത്തും എന്നാലും എല്ലാരും പൊന്തിച്ച് പറയാന്നുള്ള ഒരു രീതി ഉണ്ട്. അതല്ല സത്യം പറഞ്ഞാല് ഞാൻ എഴുതിയിട്ടുമുണ്ട്. മുക്താറിന്റെ ഒരു പുസ്തകം ഇറങ്ങിയ സമയത്ത് ഞാൻ ബോറായതുകൊണ്ട് ഇത് ഓഫാക്കിയതാണോ അല്ല, അതോ ഇനി കറണ്ടിന് തന്നെ ബോറടിച്ച് നിർത്തിയതാണോ എന്ന് അറിയില്ല. അപ്പൊ കുഴപ്പമില്ല, എന്റെ ഒരു ശബ്ദത്തിന് പൊതുവെ അങ്ങനെ മൈക്കിന്റെ ആവശ്യമൊന്നുമില്ല, അതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇല്ല. അപ്പൊ പറഞ്ഞു വരുന്നത് ഇവര് രണ്ടുപേരും ഈ ഒരു ഏറനാടൻ മലയാളം വളരെ ഗംഭീരമായിട്ട് എഴുതുന്ന ആളുകളാണ്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ സംസാര ഭാഷ സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഹലോ, സംസാര ഭാഷ സംസാര ഭാഷ ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ അതേപോലെ പകർത്താൻ വേണ്ടി ചെറിയ പണിയല്ല. നമുക്ക് തോന്നിക്കളയും. അങ്ങനെ എഴുതുന്ന ഒരുപാട് മലപ്പുറത്ത് നിന്നുള്ള എഴുത്തുകാരുണ്ട്, അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്നുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. വായിക്കുമ്പോ അതേ ഭാഷയിൽ പലതരം ഭാഷകൾ വരും. നമുക്കത് സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇവരുടെ ഭാഷയിൽ അങ്ങനെ വരാറില്ല എന്നുള്ളത് ഞാൻ നിരീക്ഷിച്ചതിന്റെ നിരീക്ഷണം. പിന്നെ അത് അത്രയും കറക്റ്റായിട്ട് മലയാള ഭാഷ എഴുതിയിട്ടുള്ളത് OVV വിജയന്റെ. ഇത് ഓഫാക്കും, നിങ്ങൾക്ക് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട്. ഞാൻ തൊണ്ടവേദന കാരണം 2 ദിവസം റെസ്റ്റ് എടുത്തൊരു മനുഷ്യനും കൂടി ആയിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത് അല്ല, ഇത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ കാണാൻ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാര ഭാഷ വളരെ ഗംഭീരമായിട്ട് ഉപയോഗിച്ച ഒരു ആളാണ് OVV വിജയൻ. പാലക്കാടൻ കിഴക്കൻ പാലക്കാടിന്റെ ഭാഷ ഏറ്റവും മനോഹരമായിട്ട് പകർത്തിയ ഒരു മനുഷ്യനാണ്. എന്റെ സുഹൃത്ത് പ്രദീപ് ഉണ്ടായിരുന്നു, അറിയാം പാലക്കാട് പ്രദീപ് ക്യാമ്പുകൾക്കൊക്കെ വരുമായിരുന്നു. അദ്ദേഹത്തിന് ഖസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകം സ്വാധീനിച്ചത് കാരണം കോട്ടയം ജില്ലയിലെ കുണ്ടറക്കടുത്ത് സ്വദേശിയായ അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ പാലക്കാട് വന്ന് താമസമാക്കി. ആ ഭാഷയോടും ആ ഒരു കൾച്ചറിനോടും ആ പുസ്തകത്തിനോടുള്ള ഭ്രമം കാരണം അത്രയും മനോഹരമായിട്ട് പാലക്കാടിന്റെ കൾച്ചറും ഭാഷയും OV വിജയൻ എഴുതി വെച്ചു. അതേ OV വിജയന്റെ ഒരു പ്രേമ കഥ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, നിങ്ങളാരെയും വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു പ്രേമ കഥ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ വേലുക്കുട്ടി എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അരീക്കോട് ക്യാമ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് ചെറിയ ക്ലാസ്സുകളിൽ അദ്ദേഹം അരീക്കോടാണ് പഠിച്ചത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളുടെയും പിന്നെ അവിടെ അവരെ പഠിപ്പിച്ചിരുന്ന ഒരു ഉസ്താദിന്റെയും ഒക്കെ ഭാഷ അദ്ദേഹം മനോഹരമായിട്ട് എഴുതുന്നുണ്ട്. ഉസ്താദ് ചോദിക്കുകയാണ്, ബായുവിനെ കാങ്ങാൻ കജ്ജോന്ന്. നമ്മളെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കേട്ട സാധനങ്ങളല്ലേ, വായുവിനെ കാങ്ങാൻ കജ്ജോന്ന്. അങ്ങനെ മനോഹരമായിട്ട് വായിച്ചാൽ ഞെട്ടിപ്പോയി. അപ്പൊ അതുപോലെയൊക്കെ എറണാടൻ ഭാഷ പകർത്തിയ ഒരാളാണ്. സാഹിത്യത്തിന് അങ്ങനെ ഇന്ന ഭാഷയിൽ എഴുതിക്കൊള്ളണമെന്നില്ല. OV വിജയന്റെ ഭാഷ 58-ലെങ്ങാണ്ട് ഖസാക്കിൽ എഴുതി മലയാളത്തിന്റെ അത്രയും ഒഴിവാക്കാൻ കഴിയാത്ത വികാരമായി മാറുകയുണ്ടായി. കഴിഞ്ഞ 2 വർഷം മുമ്പ് കണ്ണൂർ ഭാഷയിൽ ഒരു എഴുത്തുകാരി അല്ലാത്ത ഒരു സ്ത്രീ നോവൽ എഴുതി. ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് തുടങ്ങിയതായിരുന്നു അത്. ഒരു 5-8 ഫേസ്ബുക്ക് പോസ്റ്റ് ആയപ്പോൾ മാതൃഭൂമിക്കാർ പറഞ്ഞു, നിർത്തിക്കളാം, ഇനി അതിലെഴുതണ്ട, നമുക്കത് പുസ്തകമാക്കണം. ശ്രദ്ധിച്ചിരുന്നോ നിങ്ങളാരെങ്കിലും? നിങ്ങൾ പറയട്ടെ, ഇവരോടെ ഇരിക്കണേ. നിങ്ങളാരെയും ശ്രദ്ധിച്ചിരുന്നോ? കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, താവളയുടെ സാധാരണത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ സംസാര ഭാഷയിൽ എല്ലാ തായി ഒരുപോലെയാണ് അല്ലേ. ആ ഒരു പുസ്തകം കണ്ണൂർ ഭാഷയിൽ അവർ വളരെ മനോഹരമായിട്ട് അവർക്കൊരു സംസ്കാരവും സാഹിത്യമൊക്കെ എഴുതി. അപ്പം നമ്മൾ തെറ്റിദ്ധരിച്ച് വശാകും രാജശ്രീ ഒരു കണ്ണൂർക്കാരിയാണെന്ന്. അല്ല,
നമ്മളെ പോലെ നേരത്തെ പറഞ്ഞ തെക്കൻ ജില്ലകളിലെ ടീച്ചർമാർ വരുന്നു എന്ന് പറഞ്ഞ പോലെ 2 അധ്യാപകർ, ഒരാൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒരാൾ ആലപ്പുഴയുടെയും കൊല്ലത്തിന്റെയും ബോർഡറായ ചൂരനാട് ഭാഗത്തു നിന്നും വന്ന് ഇവിടെ താമസമാക്കി അവർക്കുണ്ടായി ഇവിടെ ജനിച്ചു പഠിച്ച ഒരു കുട്ടിയാണ്. നമുക്കറിയാം സാധാരണഗതിയിൽ തെക്കൻ ഭാഷ വീട്ടിൽ സംസാരിക്കുന്ന ആളുകൾ എത്ര കാലഘട്ടം കഴിഞ്ഞാലും അത് തന്നെയാണ് കുട്ടികളും സംസാരിക്കാറ് അല്ലേ. പക്ഷെ രാജശ്രീ വളരെ മനോഹരമായിട്ട് തലശ്ശേരി ഭാഷയിൽ നോവൽ എഴുതിയെന്ന് മാത്രമല്ല ആ വർഷത്തെ ഏറ്റവും അധികം വിറ്റഴിയപ്പെടുന്ന പുസ്തകമായെന്ന് മാത്രമല്ല ആ വർഷത്തെ കേരള സാഹിത്യ അക്കാദമിക്കുള്ള നോവൽ പുരസ്കാരവും നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കിട്ടുകയുണ്ടായി. അപ്പോൾ ഒരു ഭാഷയും അപകർഷതാബോധമൊന്നും തോന്നണ്ട എന്നുള്ളതിന് പണ്ട് മുതലേ തെളിവുണ്ട്. മലപ്പുറം ഭാഷയിൽ എഴുതുന്ന മുക്താറിനെ സംബന്ധിച്ച് കഥയുണ്ട്, ഒപ്പം വരയുണ്ട്, ഒപ്പം അദ്ദേഹം ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളും കൂടിയാണ്. അതെ, അദ്ദേഹം ഒരു പത്രാധിപര് എന്നൊക്കെ പറയാവുന്ന ചന്ദ്രികയിലെ എഡിറ്ററായിട്ടുള്ള ഒരാളാണ്. പറഞ്ഞു വരുന്നത് എങ്ങനെയും എഴുതാം, സംസാര ഭാഷയിൽ നമ്മുടെ വീട്ടിലുള്ള അതേ ഭാഷയിൽ എഴുതാം, കഥയും എഴുതാം, കവിതയും എഴുതാം, നോവലും എഴുതാം. പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാക്കണം, നമ്മുടേതായ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി, ഒരു സംഭാവന അല്ലെങ്കിൽ ഒരു യൂണീക്നെസ് അതിന് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും. അതിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഖസാക്കിന്റെ ഇതിഹാസം 1958 എഴുതി ഇത്രയും കാലമായിട്ടും നിലനിന്ന് പോകുന്നതും ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വിറ്റഴിയപ്പെടുന്ന ഒരു പുസ്തകമായിട്ട് നിൽക്കുന്നതും. രാജശ്രീയുടെ പുസ്തകം ഇപ്പോഴും വിറ്റുകൊണ്ടേയിരിക്കുന്നതും അതുകൊണ്ടാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കവി വളരെയധികം ശ്രദ്ധേയനായി. കവിയെ അറസ്റ്റ് ചെയ്തു, വിട്ടു, പിന്നെയും പോലീസ് എന്താ പറയുക സ്റ്റേജ് കൊടുത്തു, ഗവൺമെന്റ് തന്നെ സ്റ്റേജ് കൊടുത്തു. ഇന്നലെയും അയാളുടെ വന്ന ആളുകൾ അയാൾ വരുമെന്നത് മറച്ചു പിടിച്ചുകൊണ്ട് 2 മണിക്കൂർ മുമ്പ് കണ്ട് അനൗൺസ് ചെയ്ത്, എന്നിട്ടും കോഴിക്കോട് ബീച്ചിലിറങ്ങി. അപ്പോൾ അയാളെ ആരും കവിയായിട്ട് അംഗീകരിക്കുന്നൊന്നുമില്ല. പക്ഷെ അയാൾ പാടുന്നതെല്ലാം അയാൾ എഴുതുന്ന വരികളാണ്. പാട്ട് എഴുതുന്നവരെ കവി എന്ന് വിളിക്കാമോ എന്നുള്ള ചോദ്യത്തിലൊക്കെ, അല്ലെങ്കിൽ റാപ്പ് എഴുതുന്നവരെ കവി എന്ന് വിളിക്കാമോ എന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. പക്ഷെ അതിൽ കവിതയുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൽ നമ്മൾ ജീവിക്കുന്ന കാലമുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ ജീവിക്കുന്ന കാലത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, ബാക്കി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. എൻ്റെ ഈ കാലിന് പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചാരി നിൽക്കുന്നതും കാലിങ്ങനെ വെക്കുന്നതും. അതെല്ലാവരും ക്ഷമിക്കുക, അല്ലാതെ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കുറവായിട്ട് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഇരുന്ന് സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ നിന്ന് സംസാരിക്കുന്ന ഇവിടെ ആയിരുന്നു പറഞ്ഞത് കാരണം മാക്സിമം സപ്പോർട്ട് വെച്ചുകൊണ്ട് സംസാരിക്കണം. അപ്പോൾ കവിത എങ്ങനെ എഴുതണം? ഞാൻ എൻ്റെ ഒരു അർത്ഥത്തിൽ പാട്ട് എഴുതുന്നവനും കവിത തന്നെയാണ് അല്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കവിത എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള പുസ്തകം സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ഇതുപോലുള്ള ഒരു ലൈബ്രറിയിൽ വെച്ച് വായിക്കാൻ ഇടയായതാണ് സാഹിത്യം എൻ്റെ ജീവിതത്തെ ബാധിക്കാൻ ഇടയായ ഒരു സാഹചര്യം. കാരണം അതിൽ ഈ പറഞ്ഞ പാലക്കാടൻ സംസാര ഭാഷയ്ക്ക് പുറമേ നോവലിസ്റ്റ് മാറി നിന്ന് എഴുതുന്ന വാചകങ്ങളുണ്ട് അല്ലേ. അസല് കവിതയാണ്. ഇപ്പോൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാലും കവിതയാണ്. അന്ന് എഴുതിക്കൊണ്ടിരുന്ന മലയാള കവികളിൽ, അല്ലെങ്കിൽ ഞാൻ വായിച്ച മലയാള കവിതകളിൽ ഉള്ളതിനേക്കാൾ കാവ്യ ഗുണം അല്ലെങ്കിൽ കവിത എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആ ഒരു പുസ്തകത്തിൽ നിന്നായിരുന്നു. പി കുഞ്ഞിരാമൻ നായർ എന്ന് പറഞ്ഞ കവി അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ ഭക്തി കവി എന്നൊക്കെയാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്, ഭക്തകവി എന്ന്. പക്ഷേ ഭക്തിയും കുഞ്ഞിരാമൻ നായരും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് എനിക്ക് ഇത്ര കാലമായിട്ട് മനസ്സിലായിട്ടില്ല. അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുകയും എല്ലാ അരാജകത്വങ്ങളോടുകൂടി ജീവിക്കുകയും ചെയ്തൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കവിത എല്ലാ കാവ്യഗുണങ്ങളും ഒത്തിണങ്ങിയ മനോഹരമായ കവിതകളായിരുന്നു. പക്ഷെ കവിത മനോഹരമായതുകൊണ്ട് കാര്യമില്ലല്ലോ, അത് വായിച്ചാൽ ഉൾക്കൊള്ളാനുള്ളൊരു ഭാവുകത്വം കൂടി നമുക്ക് വേണ്ടേ അല്ലേ. അതൊന്നും എനിക്കൊന്നും ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് ഇപ്പോൾ തുറന്നു പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴും ഇല്ല. പക്ഷേ കുഞ്ഞിരാമൻ നായർ എഴുതിയ എന്നെ തിരയുന്ന ഞാൻ എന്ന് പറഞ്ഞ ഒരു ആത്മകഥാ പുസ്തകമുണ്ട്. നിത്യകന്യകയെ തേടി എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകമുണ്ട്. ഗദ്യമാണ്, പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള കവിതയുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭാഷയായിരുന്നു അതിൽ. പിന്നെ കവിയുടെ കാൽപ്പാടുകൾ 3 പുസ്തകങ്ങളുണ്ട്. കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. അപ്പോൾ അങ്ങനെ ഈ എഴുത്തിന് അങ്ങനെ ഒരു വേർതിരിവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ കഥയുടെ അവസ്ഥയും ഇതുപോലെയായി എന്നൊക്കെ മുക്താർ പറയുന്നു. അപ്പോൾ ഈ കവികളെ തട്ടിയിട്ട് തടഞ്ഞിട്ട് നടക്കാൻ വയ്യ എന്നുള്ളൊരു പരാതി സമൂഹത്തിൽ പൊതുവേ ഉണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള സഗീർ ഖാൻ നിങ്ങളൊക്കെ അറിയുമെന്നറിയില്ല.
സഗീർക്ക പണ്ട് ഒരു 10 കൊല്ലം മുമ്പ് ചന്ദ്രികയിലാണോ മാധ്യമത്തിലാണോ എന്നറിയില്ല, ഒരു കാർട്ടൂൺ വരച്ചത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഒരു ആൾക്കൂട്ടത്തിലേക്ക് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ 2 പുസ്തകമെങ്കിലും ഇറക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയ്യ് പൊന്തിക്കണം. അപ്പൊ ഈ ഒരു തളനെ ഒക്കത്തിരിക്കുന്ന ഒരു 6 മാസം പ്രായമായ ഒരു കുട്ടി മാത്രം ഇങ്ങനെ കയ്യ് മുട്ടുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കവിതാ പുസ്തകങ്ങൾ ഇറക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചാൽ എന്തോ അത് ഹ്യൂമർ എന്നുള്ള രീതിയിൽ നമ്മൾ ആസ്വദിച്ചു. പക്ഷെ പലപ്പോഴും ഈ കവിത എഴുതുന്നവരെയൊക്കെ നോക്കി സമൂഹത്തിന്റെ ഒരു പുച്ഛമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അല്ലെങ്കിൽ കവിത എഴുതുന്നത് എന്തോ പ്രശ്നമാണ്. ഈ കവിത എഴുതുന്നവരൊക്കെ കവിതാ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര പുസ്തകം ചെലവാകുമായിരുന്നു ചിലരുടെ ചോദ്യമാണ്. അങ്ങനെയൊക്കെ സമൂഹത്തിൽ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കവിത എഴുതുന്ന എന്തെങ്കിലും ഒരു കുറ്റമാണോ? ഇപ്പോൾ ഒരു സമൂഹത്തിൽ റേപ്പിസ്റ്റുകൾ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കൊലപാതകികൾ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, പിടിച്ചുപറിക്കാർ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കള്ളന്മാർ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ആന്റി സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് പ്രശ്നമാണ്. കവിത എഴുതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാതരം കവികളെയും അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ പഴയ കവിതയൊക്കെ ആയിരിക്കും അവർ എഴുതുന്നത്. പക്ഷേ ഒരിക്കലും ഒരു കവിയെ എണീറ്റിരുന്ന് ഞാനൊരു പഴയ കവിത, പൊട്ട കവിത എഴുതി കളയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുതാറുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും എഴുതാറുണ്ടോ? എന്നെ സംബന്ധിച്ച് അത് അവരുടെ ഏറ്റവും മികച്ച കവിതയാണ്, ഏറ്റവും നല്ല കവിതയാണ്, അവരെ സംബന്ധിച്ച് ഏറ്റവും പുതിയ കവിതയുമാണ്. അപ്പോൾ അത് അവർ ചെയ്യുന്നത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നുമല്ല, അവരെ എഴുതിക്കോട്ടെ. ഞാൻ എഴുതി തുടങ്ങിയ 2000-ന്റെ തുടക്ക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 90-കളുടെ അവസാനങ്ങളിലൊക്കെ കവിത ഒന്ന് പ്രസിദ്ധീകരിക്കണേ വലിയ മല്ലുകെട്ടായിരുന്നു. പ്രസിദ്ധീകരണങ്ങളിലേക്ക് എഴുതി അയച്ചു കൊടുക്കണം, കവറിലൊക്കെ ഇട്ട്. അപ്പോൾ അത് ആദ്യം നമ്മുടെ പോസ്റ്റ്മാൻ എന്തെങ്കിലും കുയിന്തുണ്ടെങ്കിൽ ഇവന്റെ കയ്യക്ഷരം ഇന്നും ഇങ്ങനെ കാണുമ്പോൾ ഒരു തോന്നുന്നു കീറി വലിച്ചെറിയുന്ന ആൾക്കാരുണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ സാഹിത്യത്തെ പരിപോഷിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അത് അവിടെ അയച്ച അവിടുത്തെ പോസ്റ്റ്മാൻ കഴിഞ്ഞ് അതൊരു പത്രം ഓഫീസിൽ എത്തിയ ശേഷം ആ ഒരു എഡിറ്റോറിയൽ ബോർഡിന് മുന്നിൽ എത്തി അവരത് പൊട്ടിക്കുന്ന ഒരുത്തനുണ്ടായിരിക്കും. അവന് ഈ പറഞ്ഞ നേരത്തെ അരുൺകുമാർ പറഞ്ഞ പോലെ ഇവനൊക്കെ എന്ത് കവിയെന്നും പറഞ്ഞാൽ അതങ്ങോട്ട് കയറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇല്ല. അയാളത് വായിച്ച് അയാൾക്ക് താല്പര്യം തോന്നി അവിടെ എടുത്തു വെച്ച് പത്രാധിപ സമിതിക്ക് മുന്നിൽ വെച്ച് അവരിങ്ങനെ 6 മാസം അട്ടിക്ക് വെച്ച് അതിന്ന് പിന്നെ ഒന്ന് എടുത്ത് ഒക്കെ പ്രസിദ്ധീകരിച്ചൊക്കെ പറഞ്ഞാൽ വലിയ മല്ലുകെട്ടായിരുന്നു. അപ്പൊ പല ആൾക്കാരും ചിലരുടെയൊക്കെ എന്തോ ഭാഗ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡന്റിറ്റി അവർക്ക് തോന്നിയതിന്റെയൊക്കെ പുറത്തൊക്കെ വന്നാൽ മറ്റു കവികൾ പറയും ഓനെ അവിടുത്തെ സ്വന്തം ആളാണ്. അപ്പൊ ഓന്റെ ആളാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഓന്റെ ആളായിട്ട് 1-2 കവിതയൊക്കെ വരുത്താൻ ഒരു പക്ഷെ പറ്റും. ഒരു പൊട്ട കവിത കാലാകാലം അയച്ചു കൊടുത്താൽ ആരുടെ ആളവിടെ ഉണ്ടെങ്കിലും പ്രസിദ്ധീകരിക്കുമോ? അവർക്ക് മാനക്കേടില്ല. ഇത് പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരല്ലേ വായനക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ തന്നെ വളരെ ചെറിയൊരു സമൂഹം സാഹിത്യത്തിൽ അത്രയും താല്പര്യമുള്ള ആളുകളാണ് ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്നത്. അവരുടെ മുന്നിലേക്ക് പൊട്ട രചനകൾ 1-2 ചിലപ്പോൾ തിരികെ കയറ്റാൻ പറ്റും, കാലാകാലം തിരികെ കയറ്റാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ അന്ന് ഇത് വെളിച്ചത്ത് കാണണമെങ്കിൽ പുതിയ കവിതയായാലും പഴയ കവിതയാണെങ്കിലും നല്ല കവിതയാണെങ്കിലും വ്യത്യസ്തമായ കവിതയാണെങ്കിലും ഒക്കെ ആൾക്കാർ ഇത് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അന്ന് സ്റ്റേജുകളിൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ കവികൾ മുക്താർ പറഞ്ഞ അവസ്ഥയില്ല എന്നാണ്. കവിതകളുടെ പരിപാടിക്ക് പോകുന്ന ആൾ എന്നുള്ള രീതിയിൽ കവികൾ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ കവിത എല്ലാവരൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കസേര മാത്രം മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ കവിത എഴുതുന്ന കവികൾ എനിക്കറിയാം. ഒരു പക്ഷേ എനിക്കത് ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കവിത എല്ലാം നിന്നും മടി കാണിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുറച്ചധികം സംസാരം വളരെ സ്കാറ്റേഡായിട്ട് ആണ് ഞാൻ സംസാരിച്ചത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് അറിയില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങളിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കവിത എഴുതുന്ന കാലത്ത് നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരുപാട് മീഡിയങ്ങളുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഒരു സാഹിത്യ മേഖലയിലും താല്പര്യമില്ല എന്നാണ് ഞങ്ങൾ വന്നത്. പക്ഷെ 4 കവിത ഇവിടുന്ന് കേട്ട് കഴിഞ്ഞ് നിങ്ങൾ വൈകുന്നേരം രാത്രി ഒരു കവിത എഴുതാന്ന് വെക്കുക, അത് നാട്ടുകാരെ കാണിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അല്ലേ? കാരണം നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതൊക്കെ ഏറ്റവും സിമ്പിൾ ആയത്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ 100,000 ഗ്രൂപ്പിന്റെ അഡ്മിൻ തന്നെ നമ്മളായിരിക്കും അല്ലേ? നമ്മളങ്ങ് വിക്ഷേപിക്കും. പിന്നെ ഈ എന്താ പറയുക, ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സൗഹൃദങ്ങളിൽപ്പെട്ട എല്ലാവരുടെയും ആളുകളിലേക്ക് കവിത എത്തും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആളുകളുടെ ഇടയിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ അച്ചടിച്ചു വരണമെങ്കിൽ പ്രസിദ്ധീകരിച്ച് വരണമെങ്കിൽ അങ്ങനെ ഭാഷ അകറ്റി നിർത്തുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കഥാമത്സരത്തിൽ ഇത്തവണ 1ാം സമ്മാനം കിട്ടിയ ഒരു കഥ നിങ്ങളായിരിക്കും വായിച്ചിരുന്നോ എന്നറിയില്ല. ഷാഫി പോത്തുങ്കൽ എന്ന് പറഞ്ഞ ഒരു കഥാകൃത്തിൻ്റെയാണ്, സ്റ്റുഡൻ്റാണ്, വിദ്യാർത്ഥികൾക്ക് നടത്തുന്നതാണ്. അപ്പോൾ ഷാഫിയുടെ ഒരു കഥയുടെ പ്രത്യേകത ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തം അത് മലപ്പുറത്തെ മുസ്ലിം ഭാഷ എന്ന് പറയാൻ പാടില്ല ഒരിക്കലും. കാരണം മലപ്പുറത്ത് ജനിച്ചു വളരുന്ന എല്ലാവരും ആ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലേ? കുറച്ചൊരു നേരിയ ശതമാനം മാഠ്യന്മാർ മാത്രം ഇല്ല എന്നൊക്കെ പറയുന്നല്ലാതെ നമ്മളെ പോലുള്ളവരെല്ലാവരും ജാതി മത ഭേദമന്യേ ഒരേ സംസാരം തന്നെയാണ് സംസാരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഭാഷ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിരുന്ന ആ ഒരു ഭാഷയാണ് ഇദ്ദേഹം വായിക്കില്ലേ? അതായത് കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് മാത്രമല്ല, ഈ ഒരു തേർഡ് പേഴ്സണായി നിന്ന് കഥാകൃത്ത് എഴുതുന്നതും അതേ ഭാഷയിലാണ്.
ആൾക്കാർ വായിച്ച് ചില ആൾക്കാരൊക്കെ പിരാന്തായി കത്ത് എഴുതിയതൊക്കെ വായിച്ചിരുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതിയിട്ടതൊക്കെ. പക്ഷേ അതിനൊരു പ്രസക്തി ഉള്ളത് കൊണ്ടാണ് അതിന് ഒന്നാം സമ്മാനം കൊടുത്തത്. നമുക്കറിയാം, ആ ജൂറിയിൽ നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ആരും അതിലില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവർക്കത് വായിച്ച് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അതൊരു ഭയങ്കര സംഭവം, അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ചു വരുന്നതൊരു ഭയങ്കര സംഭവം എന്നല്ല. കാരണം ആ ഒരു പത്രാധിപ സമിതിയിലുള്ള ആൾക്കാരുടെ ടേസ്റ്റ് അച്ചടിച്ചു വരുന്നതിനെ സ്വാധീനിക്കും. ഡിസ്യൂസ് പുസ്തകം ഇറക്കുമ്പോൾ അതിൻ്റെ പത്രാധിപ സമിതിയിലുള്ള ആളുകളുടെ ടേസ്റ്റ് അതിനെ സ്വാധീനിക്കും. പിന്നെ കച്ചവടവും സ്വാധീനിക്കും. പിന്നെ അതിൽ ഉപരിയായിട്ട് അവനവൻ്റെ എന്തെങ്കിലും താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ അവനവൻ്റെ ഭാഷയൊക്കെ ഒരു പക്ഷേ സ്വാധീനിക്കുക. സമ്മാനം കൊടുക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു ജൂറിയിലുള്ള 4 ആൾക്കാരുടെ ഇഷ്ടം. പക്ഷേ നമ്മുടെ ഒരു വളരെ പഴയ ഒരു അല്ലെങ്കിൽ പണ്ടുള്ള ആളുകൾ, വയസ്സായ ആളുകൾ ഇപ്പോഴും സംസാരിക്കുന്ന, അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലേ? മണ്ണാർക്കാടല്ല, പാലക്കാട് ജില്ലയിലെ അടക്കമുത്തര ഭാഗത്ത് അവിടെ എവിടെയാണ് പുള്ളിയുടെ വീട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതെ. എന്നാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിരുന്ന ഒരു സാധനമാണത്. അപ്പോൾ ആ ഒരു സംഗതിയിൽ ഇപ്പോഴും എഴുതിയാൽ പ്രസക്തിയുണ്ട്. നിങ്ങളുടേതായ ഭാഷ നിങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരു ആനുകാലികമായി എന്തൊക്കെ സംഭവങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നമ്മൾക്ക് ഇടപെടാതിരിക്കാൻ ആവില്ല എന്നുള്ളതാണ് ഈ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ. സമകാലീനതയിൽ ഇപ്പോൾ ഈ അസഹിഷ്ണുതയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പോലുള്ള ഇത്രയും ആളുകൾ ഈ ഒരു മഴയത്ത് വീട്ടിൽ ഇങ്ങനെ നടന്നുറക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ചെടി കുഴിച്ചിടുക, താഴ്ത്തി കെട്ടി പറയല്ല, അങ്ങനെ ചെടിയല്ല അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാം, അല്ലെ? ഈ മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത് അതൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും നമ്മളിവിടെ കവിതയുടെയും കഥയുടെയും ഒക്കെ പേരിൽ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചിന്തകളും ആകുലതകളൊക്കെ പങ്കുവെക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സംസാരിക്കാൻ ഇങ്ങനെ ഇതുപോലെ സംസാരിച്ചു പോകും. അതിന് തുടക്കവും കൊടുക്കുകയോ എന്തൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പ്രഭാഷകനായിട്ടോ അല്ലെങ്കിൽ മലയാള സാഹിത്യം പഠിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തിയറി പഠിച്ചിട്ടോ ഒന്നും എഴുതാൻ തുടങ്ങിയ ഒരാളല്ല. എന്തോ ഭാഗ്യത്തിന് 10-30 വർഷമായിട്ട് എഴുതുന്നു. ഇപ്പോഴും പലയിടത്തൊക്കെ വരുന്നു, പുസ്തകങ്ങൾ വരുന്നു. പുസ്തകങ്ങളെ കുറിച്ച് പറയണമെന്ന് മുക്താർ പറഞ്ഞു. ഒരു 10-11 പുസ്തകമൊക്കെ ഇറങ്ങി. അതിൽ കവിത മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, എല്ലാ ഭാഷയ്ക്ക് എല്ലാ മേഖലയിലും സ്വാധീനമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ കഥയും നോവലും എഴുതണമെങ്കിൽ ഒന്നും കൂടെ സ്കില്ല് വേണം. കവിത എഴുതുന്ന അതേപോലെ തന്നെ അതിനൊരു ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് കുറിപ്പുകൾ എഴുതും, അത് പുസ്തകത്തിന് സിനിമയെ കുറിച്ച് എഴുതും, അങ്ങനെയൊക്കെ നമ്മൾ എഴുതാറുണ്ട്. ഗദ്യം ഒരു വിലക്കപ്പെട്ട മേഖലയോ പദ്യം ഒരു ഉത്കൃഷ്ട മേഖലയായി എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ എല്ലാ സാഹിത്യവും എല്ലാവരും എഴുതട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാൻ കഴിയട്ടെ, അല്ലെങ്കിൽ വെറുക്കാതിരിക്കാനെങ്കിലും കഴിയട്ടെ എന്നുള്ളതാണ് ഒരു എൻ്റെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന എന്ന് മനസ്സിലാക്കുന്നു. ഈ അടുത്ത കാലത്ത് കേട്ട യുദ്ധത്തിനെ പറ്റി മുക്താർ പറഞ്ഞു നിർത്തിയ പോലെ ഈ അടുത്ത കാലത്ത് കേട്ട ഒരു രസകരമായ ഒരു ഫേസ്ബുക്കിൽ കണ്ട ഒരു കമന്റാണ്. ഈ എന്താണ് ദേശസ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് തിളയ്ക്കുന്നുണ്ടല്ലോ, ദേശസ്നേഹം, അങ്ങനെ പലവിധം സ്നേഹങ്ങൾ, ദേശീയത, അതൊക്കെ പറഞ്ഞാൽ ഇവരുടെ വിഷയം ഇതൊന്നുമല്ല. സത്യത്തിൽ വെറുപ്പാണ് വിഷയം, അല്ലെ? അതിന് മറ വെക്കാൻ വേണ്ടി നമ്മൾ ദേശസ്നേഹം എന്ന് പറയുന്നു, മതസ്നേഹം എന്ന് പറയുന്നു. പലതും മതത്തിനോടോ അല്ലെങ്കിൽ വിശ്വാസത്തിനോടൊന്നും സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. ബേസിക്കലായിട്ട് ഒരു മതത്തിലോ അല്ലെങ്കിൽ ഒരു ദൈവത്തിലോ വിശ്വാസമുള്ള ആൾക്ക് വേറെ ആളോട് പകയുണ്ടാവോ, വിദ്വേഷം ഉണ്ടാവോ, വെറുപ്പുണ്ടാവോ, യുദ്ധം ചെയ്യണമെന്ന് തോന്നുന്നു, നശിപ്പിച്ച് കളയണം, ഉന്മൂലനം ചെയ്യണമെന്ന് തോന്നുമോ? ഉണ്ടോ? എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നൽ വരാറുണ്ടോ? നമുക്ക് ഒരാളെയൊക്കെ ചിലപ്പോ അല്ലെ ചില പ്രത്യേക സാഹചര്യത്തിൽ തട്ടിക്കളയാന്നൊക്കെ തോന്നും. പക്ഷെ നിയമം നമുക്ക് അതിനോട് അനുവദിക്കുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും തെളിവുകളാണ് ചുറ്റുപാടും എന്നുള്ളത് കൊണ്ട് ആ ഒരു പക ഒതുക്കി നമ്മളെല്ലാം വളരെ സംസ്കരിക്കപ്പെട്ട സിവിലൈസ്ഡ് പേഴ്സൺസ് ആയിട്ട് ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ ഒരു സമൂഹത്തിനെ ഒന്നടങ്കം തട്ടിക്കളയണം അല്ലെങ്കിൽ ഒരു രാജ്യം തുടച്ചു നീക്കണം എന്നൊക്കെ പറഞ്ഞു കഴിയുന്നത് നമ്മുടെ ദേശത്തോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല. അപ്പോൾ പരസ്പരം സ്നേഹിക്കണമെന്നില്ല, എന്നാൽ പോലും വെറുക്കാതിരിക്കാൻ നമ്മുടെയൊക്കെ സാഹിത്യവും സംസ്കാരവും നമ്മളെ എല്ലാ കാലത്തും പഠിപ്പിച്ചുകൊണ്ട് നിലനിർത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരുപാടൊന്നും സംസാരിക്കാനില്ല. ഷിഹാബിൻ്റെ കഥയെക്കുറിച്ചോ ഉള്ള പേര് എന്തായിരുന്നു മറന്നുപോയി. അതിൻ്റെ കഥയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് നമുക്ക് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ സൂചി കയറ്റാൻ അവിടെ നിന്നപ്പോൾ അല്ലെ പാര കയറ്റി എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇത് കൂടി വേണ്ടതുകൊണ്ട്, ഉച്ചയ്ക്ക് ശേഷം പോകേണ്ടത് കൂടി വേണ്ടതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. കഥയും കവിതയും കുറച്ചധികം വായിക്കുന്ന സമയത്ത് ഞാനുണ്ടാവും. ആ സമയത്ത് അഭിപ്രായം പറയാം എന്ന് കരുതുന്നു. എല്ലാവരോടും സ്നേഹം.